ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 90 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 61,000-ലധികം പേർ. സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് ഭീതി ഒഴിയുന്നു. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം. ഇന്ന് ലോക മണ്ണുദിനം. മണ്ണിനെ കാത്ത് ജൈവവൈവിധ്യം സംരക്ഷിക്കണമെന്നത് ഈ വർഷത്തെ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ട്വന്റി മത്സരം നാളെ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. ഇത് ലംഘിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും. പ്രചാരണ സമയം അവസാനിച്ചാൽ പുറത്തുനിന്നും പ്രചാരണത്തിനെത്തിയ നേതാക്കളും പ്രവർത്തകരും വാർഡിന് പുറത്തുപോകണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. മലയോര ജില്ലയായ ഇടുക്കിയിൽ ഇനിയുള്ള 2 നാൾ തീവ്ര പ്രചാരണം നടക്കും. മുന്നണികൾ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. LDF, UDF, NDA മുന്നണികൾ പ്രചാരണ രംഗത്ത് കരുത്ത് തെളിയിച്ച് മുന്നേറുകയാണ്. തണുപ്പും കോടമഞ്ഞും വകവയ്ക്കാതെ തോട്ടമേഖലയിലും ആദിവാസി ഗ്രാമങ്ങളിലും സ്ഥാനാർത്ഥികൾ അവസാനഘട്ട വോട്ടഭ്യർത്ഥന നടത്തുകയാണ്. ജില്ലാ പഞ്ചായത്തും 52 ഗ്രാമപഞ്ചായത്തുകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളുമുള്ള ഇടുക്കിയിൽ ഓൺലൈൻ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം വിഭാഗം UDF വിട്ട് LDF-ൽ എത്തിയതിന്റെ പ്രതിഫലനം പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഈ മാറ്റത്തിൽ LDF വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തങ്ങളുടെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ഈ കളമാറ്റത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് UDF നിലപാട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കർഷകർക്കായി നടപ്പിലാക്കിയ ആശ്വാസ പാക്കേജുകളും ഇടുക്കിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥികൾ. 8,95,109 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങളും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും കാർഷിക രംഗത്തെ പ്രതിസന്ധികളും ഉയർത്തിക്കാട്ടി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ അവസാനഘട്ട പ്രചരണ തന്ത്രത്തിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഓരോ വാർഡിലും ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ കൂടരുതെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അധികമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകും. വാഹനങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം. അനുവദനീയമായ ശബ്ദപരിധി കർശനമായി പാലിക്കണം. രാത്രി 9-നും രാവിലെ 6-നും ഇടയിൽ വാഹനത്തിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുള്ള പ്രചാരണം പാടില്ലെന്നും കളക്ടർ പറഞ്ഞു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി മരിച്ചു. പന്മന ഗ്രാമപഞ്ചായത്ത് ചോല വാർഡിലെ സ്ഥാനാർത്ഥി രാജുവാണ് മരിച്ചത്. കരൾ അർബുദ രോഗബാധിതനായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. കോട്ടയം ജില്ലയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ജില്ലയിലെ 1,512 സീറ്റുകളിലേക്ക് 5,432 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. 22 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് 89 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 6 മുനിസിപ്പാലിറ്റികളുടെ 204 വാർഡുകളിലായി 734 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 146 വാർഡുകളിലേക്ക് 491 പേരാണ് മത്സരിക്കുന്നത്. 71 ഗ്രാമപഞ്ചായത്തുകളിലെ 1,140 വാർഡുകളിലായി 4,118 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ആകെ മത്സരിക്കുന്ന 5,432 സ്ഥാനാർത്ഥികളിൽ 2,610 പുരുഷന്മാരും 2,822 സ്ത്രീകളുമാണ്. ജില്ലയിലാകെ 16,13,594 വോട്ടർമാരാണുള്ളത്. വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് വിവിധ ജില്ലകളിൽ ഇന്ന് അവസാനിക്കും. ഇന്നലെയും ഇന്നുമായാണ് ജില്ലകളിലെ എണ്ണൽ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടക്കുന്നത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതി ഇന്ന് 5ാംഘട്ട ചർച്ച നടത്തും. കർഷകർ അനുകൂലമായി ചിന്തിക്കുമെന്നും സമരം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 61,000-ത്തിലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ 5,718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,496 പേർ രോഗമുക്തി നേടി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.95%. 5,61,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. കോവിഡ് മഹാമാരിയായി തുടരുന്ന ഈ അവസരത്തിൽ സാമൂഹിക അകലവും ശുചിത്വവും അടക്കമുള്ള എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും സ്വീകരിക്കണമെന്ന് സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി കോവിഡ് ഒരു മഹാമാരിയായി നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിന് ചികിത്സിക്കാൻ മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുൻകരുതലുകൾ മാത്രമാണ് അതിനുള്ള പ്രതിരോധം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെയും ഒരു പ്രത്യേകമായ ഒരു കരുതൽ വേണം. ആ കരുതല് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു നിശ്ചിതമായ അകലം പാലിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതുള്ളത്. ചെറിയ ഒരു ഉപേക്ഷ വലിയ ഒരു ആപത്തായി തീരും എന്നുള്ള കാര്യം നിങ്ങൾക്കെന്ന പോലെ എനിക്കും ബോധ്യമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ അന്യോന്യം കരുതലോടുകൂടി ജീവിക്കുക. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 90 ലക്ഷം കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 4.2 ലക്ഷത്തിൽ താഴെയാണ്. ഇതുവരെ കോവിഡ് മൂലം 1,39,700 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രോഗമുക്തി നിരക്ക് 94.2%. ലോകത്താകമാനം ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,62,00,000 കവിഞ്ഞു. 15 ലക്ഷത്തിലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് ഭീതി ഒഴിയുന്നു. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മാന്നാർ കടലിടുക്കിലെത്തിയ അതിതീവ്ര ന്യൂനമർദ്ദം അവിടെ തന്നെ തുടരുമെന്നും ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയാണ്. സംസ്ഥാനത്ത് മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും. ഇന്ന് ലോക മണ്ണുദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2002 മുതലാണ് ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരവിന്ദ്. മണ്ണിനെ കാത്തുകൊണ്ട് ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്നതാണ് ലോക മണ്ണുദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം. മണ്ണിന്റെ ഈടും ഗുണമേന്മയുമാണ് ജൈവ സമ്പത്തിനെ ആകെ പ്രകൃതിയെ ആകെ നിലനിർത്തുന്നതെന്ന് സാരം. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അനിർവചനീയമാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ മണ്ണിലൂന്നിയാണെന്ന് പറയാം. കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പാരിസ്ഥിതിക വിഷയങ്ങളിൽ മണ്ണിനുള്ള സ്ഥാനം നിർണായകമാണ്. ശുദ്ധജല ലഭ്യതയുടെ അടിസ്ഥാനവും മണ്ണാണ്. മനുഷ്യന്റെ പ്രവർത്തികളുടെ അനന്തരഫലമാണ് പ്രളയമായും വെള്ളപ്പൊക്കവുമൊക്കെയായി തീരുന്നത്. ഓർക്കുക, മനുഷ്യന്റെ, ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ അടിത്തറ തന്നെ മണ്ണാണ്. മണ്ണിനെ നോവിക്കാതിരിക്കാം. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാതെ കാക്കാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊല്ലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർ മരിച്ചു. കൊല്ലൂർവിള പള്ളിമുക്ക് സ്വദേശികളായ ബിലാൽ, സെയ്തലി എന്നിവരാണ് മരിച്ചത്. രാവിലെ 9:30 ദേശീയപാതയിൽ വാഴപ്പള്ളി ജംഗ്ഷനിലായിരുന്നു അപകടം. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പഠിച്ച് ശുപാർശ സമർപ്പിക്കാൻ നിയോഗിച്ച സമിതി താൽക്കാലിക ജീവനക്കാരുടെ വേതനം സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 160 രൂപ കുറഞ്ഞ് 36,720 രൂപയായി. ഗ്രാമിന് 4,590 രൂപയാണ് വില. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FC ചെന്നൈയിൻ FCയെ തോൽപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ട്വന്റി മത്സരം നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 1:40 സിഡ്നിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 90 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 61,000-ത്തിലധികം പേർ. സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് ഭീതി ഒഴിയുന്നു. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത. ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം. ഇന്ന് ലോക മണ്ണുദിനം. മണ്ണിനെ കാത്ത് ജൈവവൈവിധ്യം സംരക്ഷിക്കണമെന്നത് ഈ വർഷത്തെ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ട്വന്റി മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.